കൗതുകത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നന്ദിനിയാണെങ്കിൽ വിനായകൻ്റെ അടുത്ത് പറയാണ്, മാഷിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്ന് പറയാണ്. അങ്ങനെ വിനായകനാണെങ്കിൽ മാഷിനോടെല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം വിനായകൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും റൂമിലോട്ടും വേദയും വിക്രമും പുറത്തേക്കൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ തിരിച്ച് കഞ്ഞിയൊക്കെ ആയിട്ട് വരികയാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പോൾ തന്നെ വിനായകൻ പറയാണ്, ഞാൻ കൊടുത്തോളാം. വിക്രം പറയാണ്, എന്തായാലും ഞാൻ ഇവിടം വരെ വന്നില്ല, അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറയണം. അപ്പം വിനായകൻ പറയണം, വേണ്ടടാ, ഞാനും കൊടുത്തോളാം, നീ പൊക്കോ, അവിടെ വേദ നിന്നെ കാത്തു നിൽക്കും എന്ന് പറയാണ്. അങ്ങനെ വിനായകനാണെങ്കിൽ കഞ്ഞിയായിട്ട് അകത്തേക്ക് വരികയാണ്. അപ്പം വിനായകൻ്റെ ലക്ഷ്യം അകത്ത് വന്ന് കഞ്ഞി കൊടുക്കുമ്പോൾ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാം എന്നാണ് വിനായകൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അകത്ത് വന്നപ്പോൾ മാഷാണെങ്കിൽ കിടക്കുകയാണ്. അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കഞ്ഞി അച്ഛ കഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മാഷാണെങ്കിൽ എണീച്ചിരിക്കുന്നുണ്ട്. മാഷി എണീച്ചിരിക്കുമ്പോഴത്തേക്ക് വിനായകൻ ചോദിക്കുകയാണ്, അച്ഛ വിക്രം എന്തോ അച്ഛനോട് സംസാരിച്ചേ? അച്ഛൻ വിക്രമനോട് സംസാരിച്ച ശേഷമാണല്ലോ അച്ഛൻ ശയനപ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞത്. എന്താ വിക്രം അച്ഛനോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷിങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ആ ഭഗവാന്റെ മുന്നിൽ വെച്ച് അവൻ എന്നോട് സത്യം ചെയ്ത് അന്നവൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. അപ്പം ഞാനൊരു മഹാപാപിയല്ലേ? ഇത്രയും നാൾ എൻ്റെ മോനെ എന്നിൽ നിന്ന് അകത്ത് നിർത്തിയതിന് ആ പാപം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയതെന്ന് വിനായകനോട് മാഷി പറയുകയാണ്. അത് മാത്രമേ അച്ഛാ അവൻ പറഞ്ഞോളൂ? ആരാ ചെയ്തതെന്ന് വല്ലതും പറഞ്ഞോ? അവനല്ല കുറ്റം ചെയ്തതെന്ന്, പക്ഷേ ആരാ ചെയ്തതെന്ന് മാത്രം അവൻ ഒരിക്കലും പറയത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? എനിക്കറിയണ്ടേ ആരാ അത് ചെയ്തതെന്ന്. അത് ഇത്രയും നാൾ അവനെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഞാൻ ആരാന്ന് കണ്ടുപിടിക്കും എന്ന് പറയാണ്. എന്നിട്ട് വിനായകൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് നെഞ്ചിൽ കൈകൊട്ട് പറയാൻ പറ്റുമോ? എന്നോട് സത്യം ചെയ്തു തരാൻ പറ്റുമോ? നീയല്ല അന്ന് ആ കൃത്യം ചെയ്തതെന്ന്. കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. ഒരിക്കലും എൻ്റെ സ്കൂളിലെ പിള്ളേരോ അല്ലെങ്കിൽ മറ്റാരോ വെക്കത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അത് വെച്ചത്. പിന്നെ ഉള്ളത് നീയാ. നീ അത് വെച്ചിട്ടില്ലെന്ന് നിനക്ക് എന്നോട് സത്യം ചെയ്തു തരാമോ? നീയല്ല ആ തെറ്റ് ചെയ്തതെന്ന്. അപ്പോൾ വിനായകൻ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. എന്താടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്നില്ല? എനിക്ക് ചെറിയൊരു സംശയം മാത്രമേ ഉള്ളായിരുന്നു, നീയാണോ തെറ്റ് ചെയ്തതെന്ന്. നീ ആവല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ഇപ്പം നിൻ്റെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഉറപ്പിക്കാം നീ തന്നെയാണ് ആ തെറ്റ് ചെയ്തത്. വിനായകൻ പറയണം, അച്ഛ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരിക്കലും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മാഷങ്ങ് ചാടി എണീക്കുകയാണ്. എന്നിട്ട് വിനായകനെ പിടിച്ചെടുത്തിട്ട് കോളറി പിടിച്ചിട്ട് പറയാണ്, നിനക്ക് ഇപ്പോൾ ഇത് വന്ന് എന്നോട് പറയാൻ നാണമില്ലടാ? ഇത്രയും വർഷം വിക്രത്തെ ഞാൻ മാറ്റി നിർത്തിയപ്പോൾ, ഇത്രയും അവഗണിച്ച് സംസാരിച്ചപ്പോൾ പോലും ഒരിക്കൽ പോലും നിനക്ക് എന്നോടത് പറയണമെന്ന് തോന്നിയിട്ടില്ലേ? നിനക്ക് വേണ്ടിയല്ലേടാ അവൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞത്, അവൻ ജയിലിൽ കിടന്നത്. എന്നിട്ട് ഒരിക്കൽ പോലും നിനക്ക് കുറ്റബോധം തോന്നിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മാഷാണെങ്കിൽ വിനായകനെ പിടിച്ച് തെള്ളിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇല്ലെങ്കിൽ നിൻ്റെ അനിയനല്ലേ? ഞാനൊക്കെ എന്തുമാത്രം അവനെ തള്ളി പറഞ്ഞ് അവമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിൽ നിന്നും അവൻ നാണം ഇടുമ്പോൾ പോലും ഒരിക്കൽ പോലും നിൻ്റെ പേര് അവൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് മാഷാണെങ്കിൽ അവനെ പിടിച്ച് തള്ളിയിട്ട് പറയാണ്, വിനായകനെ പിടിച്ച് തള്ളിയിട്ട് പറയും, ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോലെ എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് പിടിച്ചങ്ങ് തള്ളി പുറത്താക്കുവാണ്. നായകനാണെങ്കിൽ ചെറിയൊരു വിഷമത്തോടൊക്കെ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. മാഷാണെങ്കിൽ ഈ സമയത്ത് മുറിയിലിരുന്ന് സങ്കടപ്പെടുകയാണ്. ഒരു മോൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലായപ്പോൾ അടുത്ത മോനാണ് ഈ തെറ്റിത്രയും ചെയ്തതെന്ന് മാഷിന് മനസ്സിലാവുകയാണ്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് മാഷ്. ഈ സമയത്ത് വിനായകനാണെങ്കിൽ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് അകത്തേക്ക് റൂമിലേക്ക് വരുമ്പോൾ അച്ഛനെ കാണുന്നില്ല. അച്ഛനെ കാണുമ്പോൾ അവിടെ എല്ലാം വിനായകൻ നപ്പുന്നുണ്ട്, എന്നിട്ട് കാണുന്നില്ല. അപ്പോഴത്തേക്ക് വിനായകനെ ടെൻഷൻ ആവുന്നുണ്ട്. വിനായകൻ ഉടനെ നന്ദിനിയെ വിളിക്കണം. നന്ദിനിയും ബാക്കിയുള്ളവരെല്ലാം ഹോട്ടലിൽ റൂമിലാണല്ലോ, അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പം നന്ദിനി ചോദിക്കുകയാണ്, എന്താ കാര്യം? നിങ്ങൾ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു? അന്നേരം വിനായകൻ പറയാണ്, അച്ഛനെ കാണുന്നില്ല നന്ദിനി, അച്ഛൻ ഇവിടെ എങ്ങും കാണുന്നില്ല, അച്ഛൻ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നന്ദിനി പറയാണ്, അച്ഛനെ കാണുന്നില്ലേ? ആ കാണുന്നില്ല, ഇവിടെ എങ്ങും കാണുന്നില്ല, ഞാനിപ്പോൾ ചായയായിട്ട് വന്നപ്പോൾ കഞ്ഞിയായിട്ട് വന്നപ്പോൾ അച്ഛനെ കാണുന്നില്ല എന്ന് പറയുകയാണ് വിനായകൻ. ഫോൺ വെച്ചപ്പോൾ കമലമ്മ ചോദിക്കുന്നത്, എന്താ നന്ദിനി, എന്തിനാ വിനായകൻ വിളിച്ച് പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അതേ അമ്മേ, അച്ഛനെ കാണുന്നില്ലെന്ന്. കഞ്ഞിയായിട്ട് വിനായകേട്ട റൂമിലോട്ട് ചെന്നപ്പോഴേ അച്ഛനെ എവിടെ കാണുന്നില്ലെന്ന്, അച്ഛൻ എവിടെ പോയെന്നറിയാൻ വയ്യാന്നാണ് വിനായകേട്ടൻ പറയുന്നത്. കമലമ്മ അങ്ങ് കരച്ചിൽ തുടങ്ങിയാണ്. അയ്യോ, മാഷ് എവിടെ പോകാനാണ്? മാഷിന് ഒന്നാമത് വയ്യാതെയാണല്ലോ, ഇപ്പം ഇന്ന് ഭേദപ്പെട്ട് വരുന്നതേ ഉള്ളല്ലോ, മാഷ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കമലമ്മ സങ്കടപ്പെടുവാണ്. ശ്രീജയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ്, അമ്മ വിഷമിക്കേണ്ട, അച്ഛൻ ഇവിടെ അടുത്തോട്ടെങ്ങാനും പോയി കാണും, ചിലപ്പോൾ ക്ഷേത്രത്തിലെങ്ങാനും പോയി കാണും, വിക്രത്തെ വിളിച്ച് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിയാണെങ്കിൽ ഫോൺ എടുത്ത് വിക്രത്തെ കാര്യം വിളിച്ച് പറയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ചോദിക്കുകയാണ്, അച്ഛനെ കാണാനില്ലെന്നോ? അച്ഛൻ എവിടെ പോകാനാണ്? ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വിനായകേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിനായകേട്ടൻ്റെ കയ്യിലാണല്ലോ കഞ്ഞി കൊടുത്തിട്ട്
പോരുന്നത് എന്ന് പറയണം. അപ്പം നന്ദിനി പറയാണ്, വിനായകേട്ടൻ കഞ്ഞിയാട്ടി ചെന്നപ്പോഴാണ് അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞത്. ആ കാര്യമാണ് എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വിക്രത്തിനോട് പറയുകയാണ് നന്ദിനി. ഞാൻ ആ ക്ഷേത്ര പരിസരത്തിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ വിക്രമും വേദവും കൂടെ ക്ഷേത്ര പരിസരത്തെല്ലാം അന്വേഷിക്കുകയാണ്. എല്ലായിടത്തും മുക്കിലും മൂലയിലൊക്കെ മാഷിനെ തപ്പുന്നുണ്ട്. എങ്ങും മാഷിനെ കാണാൻ പറ്റുന്നില്ല. ഈ സമയത്താണെങ്കിൽ എല്ലാവരും കൂടെ ഓടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അമ്മ കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ വിക്രമും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയാണ്, നമുക്ക് പോലീസിൽ കേസ് കൊടുത്താലോ? അച്ഛനെ കാണാനില്ല, ഇത്രയും സമയമായില്ലേ, ഇനി അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. വിശ്വേട്ടനും പറയുന്നുണ്ട്, അത് തന്നെ വിക്രം, കേസ് കൊടുക്കണം. കാരണം അച്ഛൻ ഒന്നാമത് വയ്യാത്ത ആളാണ്. അച്ഛനാണെങ്കിൽ ദൂരെ എങ്ങോട്ടെങ്കിലും പോവുമോ എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയാൻ വയ്യല്ലോ, കേസ് കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, ശരി നമുക്ക് കേസ് കൊടുക്കാം. അങ്ങനെ അവരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരുന്നുണ്ട്. റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ റൂമിൽ വന്നിട്ട് പോലീസാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി, ഇവിടെ എന്തിനാണ് നിങ്ങൾ വന്നേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഓരോരുത്തർ ഉത്തരം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും മാഷിനും മാനസിക വിഷമോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസ്. നന്ദിനി പറയാണ്, വിക്രമായിട്ട് അച്ഛനാണെങ്കിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇന്നലത്തോടാണ് തീർന്നതെന്ന് പറയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, അച്ഛനും മോനും പ്രശ്നമോ? എന്ത് പ്രശ്നം? തമ്മിൽ വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെയാണ് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സംസാരിച്ചതെന്ന് നന്ദിനി വീണ്ടും പറയുകയാണ്. ഇവർ തമ്മിൽ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിഷയം കയറി പറയാം, അത് വേറെ പ്രശ്നമൊന്നുമല്ല, കുറച്ച് പേഴ്സണൽ പ്രശ്നമാണ് സാറേ. അതിൻ്റെ പേരിൽ അച്ഛൻ വിക്രത്തോട് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ആ കാര്യമാണ് നന്ദിനി പറയുന്നത്, അല്ല വേറൊന്നുമല്ല. ഇന്നലെയാണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടായിരുന്ന പിണക്കം പറഞ്ഞു തീർത്ത്, അതാണ് നന്ദിനി പറഞ്ഞതെന്ന് വിശ്വം പറയുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രമാണെങ്കിൽ പോലീസിനോട് പറയാണ്, സാറേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മാത്രമല്ല ആ വണ്ടി ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇറങ്ങിയപ്പം അച്ഛനെ ഇടിക്കാൻ വന്നായിരുന്നു. തലനാരിഴയ്ക്കാണ് അന്നേരം അച്ഛൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലൊരു സംശയമുണ്ട്. ആരാന്നൊന്നും അറിയത്തില്ല, ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു എന്ന് പറയാണ്. വേദ പറയാണ്, അതെ സാറേ, ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പോലെ ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ കമലമ്മയാണെങ്കിൽ ഇങ്ങനെ ഇവർ പറയുന്നത് ശ്രദ്ധിക്കുകയാണ്. കാര്യങ്ങൾ ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ നന്ദിനി പറയാണ്, ശത്രുക്കളേ ഉള്ളു, ഈ വിക്രമിന് മൊത്തം ശത്രുക്കളാ എന്ന് പറയാണ്. എന്താ ഇയാൾക്ക് ഇത്ര ശത്രുക്കൾ വരാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അത് വിക്രം അവിടെ ശ്രീനിധി സാറിന് വേണ്ടി പരിപാടിക്കല്ലേ പോകുന്നത് എന്ന് പറയാണ്. അപ്പം പോലീസ് ചോദിക്കണം, ഓ ഇയാൾ ഗുണ്ടയാണോ എന്ന് ചോദിക്കുകയാണ്. വിക്രം പറയണം, അങ്ങനൊന്നുമില്ല സാറേ. പോലീസ് പറയാണ്, അതിൻ്റെ പ്രതികാരം ആരെങ്കിലും വീട്ടിയതായിരിക്കും തൻ്റെ അച്ഛനോട്, ഞാൻ ചെയ്യുന്നതിനൊക്കെ തൻ്റെ അച്ഛൻ അനുഭവിക്കേണ്ട വരുവോടോ എന്ന് ചോദിക്കുകയാണ്. ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.